നിക്ഷേപകർ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഇപ്പൊ ഇതാ സ്വർണ്ണ ETF-നെ പറ്റി, അതായത് എന്താണ് സ്വർണത്തിലുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതാണ് ETF എന്ന് പറയുന്നത്, ഗോൾഡ് എക്സ്ചേഞ്ച് ETF. അതായത് ഷെയർ മാർക്കറ്റിലെ പോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെയൊക്കെ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതയാണ് ETF വഴിയായിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വളരെ വിദഗ്ധരായ ഷെയർ, അതായത് അവർക്ക് പക്ഷേ ഈ ഷെയർ മാർക്കറ്റിന്റെ എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ കളിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് വലിയ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നത്. അവരിത്തിരി താഴുമ്പോൾ സ്വർണം മേടിക്കും, അത് ഇത്തിരി പൊങ്ങുമ്പോൾ വിൽക്കും, വീണ്ടും താഴുമ്പോൾ വാങ്ങും. അങ്ങനെ താഴ്ചയും വീഴ്ചയും സൃഷ്ടിക്കുന്നത് തന്നെ അത്രയൊക്കെയുള്ള അങ്ങനെയുള്ള ETF ട്രേഡേഴ്സ് ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവർക്കപ്പോൾ അതിന്റെ കൃത്യമായിട്ട് അറിയാം എങ്ങനെ കളിക്കണമെന്ന്. അങ്ങനെ കളിച്ചാണ് അവർ വളരെയധികം ലാഭം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ETF-ലേക്കൊക്കെ പോകുന്നത് വളരെ ശ്രദ്ധയോടെ തന്നെ വേണം. പറഞ്ഞതുപോലെ 24 hours ETF മാർക്കറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ETF വഴി ഇപ്പൊ സ്വർണത്തിലെ ട്രേഡിംഗ് നടത്തി ലാഭം ഉണ്ടാക്കാൻ പറ്റും. അല്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാത്തവർ ചെന്ന് വീഴ്ചയിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വിപണി ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, AI ഇന്റർഫിയറൻസ് കാരണം, AI-യുടെ ഉദിച്ചുയരൽ മൂലം മറ്റ് മേഖലകൾ, IT സെക്ടറിലെ മറ്റു മേഖലകളിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ധാരണ. അങ്ങനെ ആ ധാരണ 100% ശരിയാകണമെന്നൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റിൽ വിപണിയിൽ ഒരു വെപ്രാളം സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവരും കാണും. ഈ ഗോൾഡ് ETF പോലെയൊക്കെ ഉള്ളവരും കാണും ഇങ്ങനെ ഒരു വാർത്ത പരത്തുന്നതിൽ. കാരണം നമുക്കറിയാം കഴിഞ്ഞ എല്ലാ കാലഘട്ടങ്ങളിലും ടെക്നോളജി വളരുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. ടെക്നോളജി വളരുമ്പോൾ ടെക്നോളജിക്ക് മേലെയാണ് മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് AI വന്നാലും മനുഷ്യന് തൊഴിൽ സാധ്യതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ AI മുകളിലേക്ക് പോകാൻ ലോകം അനുവദിക്കും. കാരണം AI മനുഷ്യബുദ്ധി കൊണ്ടാണല്ലോ AI സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോ ആ AI തന്നെ മനുഷ്യബുദ്ധിക്ക് താഴെ ആയിരിക്കും, ഒരിക്കലും മുകളിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ IT ബിസിനസ്സിലൊന്നും വലിയ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പോ ഇന്നലെയൊക്കെ ഓഹരി വിപണിയുടെ ഇൻഡെക്സ്, സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ടും നെഗറ്റീവാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഓഹരി വിപണി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഓഹരി വിപണി താഴേക്ക് പോകുമ്പോൾ സാധാരണ രീതിയിൽ സ്വർണത്തിലേക്കാണ് വരേണ്ടത്. അപ്പം സ്വർണത്തിലേക്കോ അല്ലെങ്കിൽ ഡോളറിലേക്കോ, ഡോളറും ഒരു പരിധി വരെ ചാഞ്ചാടിക്കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ 3 വിപണികളും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതായത് ഓഹരി വിപണി താഴുമ്പോൾ പെട്ടെന്ന് സ്വർണം ഇത്തിരി കൂടും, സ്വർണം ഇത്തിരി കൂടുമ്പോൾ വീണ്ടും ഓഹരി വിപണി പൊങ്ങും. ഓഹരി വിപണി പൊങ്ങുക എന്ന് വെച്ചാൽ സ്വർണത്തിലിട്ട നിക്ഷേപം ഓഹരിയിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്വർണത്തിലിട്ട നിക്ഷേപം ഡോളറിലേക്ക് പോവുക. അങ്ങനെ ഈ 3 ഏതെങ്കിലും ഒരു സോഴ്സിലേക്കായിരിക്കും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങളും ട്രംപിന്റെ ആഗോള വ്യാപാര മേഖലയിലെ സ്വാധീനവും, അതായത് ട്രംപിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏറ്റവും വലിയ GDP രാജ്യമാണ് ട്രംപ്. അയാൾക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് മേധാവിത്വ സ്വഭാവമുണ്ട്. അതൊക്കെ കാരണങ്ങൾ എങ്ങനെയെങ്കിലും ലോകത്തെ തന്റെ പിടിയിൽ ഒതുക്കണം എന്ന സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ അയാൾക്കും അമേരിക്കയ്ക്കും ഫേവറബിൾ ആയിരിക്കും, മറ്റു രാജ്യങ്ങൾക്ക് ഒട്ടും തന്നെ ഫേവറബിൾ ആയിരിക്കില്ല. അപ്പൊ അതൊക്കെ വിതയ്ക്കുന്ന ഒരു ആശങ്ക, ആഗോള വ്യാപാര രംഗത്ത് വിതയ്ക്കുന്ന ആശങ്ക, എവിടെ സൃഷ്ടിച്ചാലാണ് ശരിയാവുക എന്ന ഒരു നിശ്ചയമായ തീരുമാനത്തിലേക്ക് എത്താൻ ഒരു നിക്ഷേപകനും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ട്രംപ് ഭരണത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ആറി തണുക്കുന്നത് വരെ ഈ സ്വർണത്തിന്റെ വിലയിലും ഓഹരി വിപണിയിലും ഒക്കെ ഇങ്ങനെ ചാഞ്ചാട്ടം നടന്നുകൊണ്ടിരിക്കും. ചാഞ്ചാട്ടമുള്ളപ്പോൾ ഓഹരി വിപണിയുമായിട്ട് അതുപോലെ ETF-മായിട്ട്, ഗോൾഡ് ETF-മായിട്ടും ഒക്കെ നല്ലവണ്ണം ബന്ധം പുലർത്തുന്ന
24 hours അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമായിരിക്കണം അങ്ങോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം വാങ്ങുമ്പോൾ എപ്പോഴും ഓർക്കുക, ലൈറ്റ് വെയിറ്റ് ഗോൾഡ് മാത്രം, കല്യാണത്തിനാണെങ്കിലും വാങ്ങിക്കുക. അങ്ങനെയൊക്കെ ലൈറ്റ് വെയിറ്റ് ഗോൾഡ് മാത്രം വളരെ കുറച്ച് വാങ്ങിച്ചിട്ട് ബാക്കി പണമായിട്ട് തന്നെ കൊടുക്കണം. ഡവറി കൊടുക്കുന്നെങ്കിൽ ഡവറി കൊടുക്കുന്നത് തെറ്റല്ല. അതായത് കുടുംബസ്വത്തിന്റെ ഒരു ഭാഗം ആ കുട്ടിക്കും കൂടെ, ഒരു പെൺകുട്ടിക്കും കൂടെ അവകാശപ്പെട്ടതാണല്ലോ. അതാണ് ഡവറി എന്ന പേരിൽ കൊടുക്കുന്നത്. ഡവറി എന്ന പേരിൽ കൊടുക്കുന്നത് കുടുംബത്തിന്റെ സ്വത്ത് എന്ന പേരിൽ കൊടുത്താൽ മതി. അത് പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് ആയിട്ട് കൊടുക്കാം. ഗോൾഡ് കോയിൻസ് ആയിട്ട് കൊടുത്താൽ അപകടമില്ല. എപ്പോ വില കൂടിയാലും ആ കൂടിയ വില കിട്ടും, കുറഞ്ഞു പോയാൽ ആ നഷ്ടം സഹിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ടായാലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് പെൺകുട്ടിക്ക് വേണ്ടിയാണെങ്കിലും ആൺകുട്ടിക്ക് വേണ്ടിയാണെങ്കിലും കരുതി വേണം ഇപ്പോൾ. അതായത് ട്രംപിന്റെ തീരുമാനത്തിൽ മാറ്റം വരട്ടെ, ആഗോള പശ്ചാത്തലത്തിൽ മാറ്റം വരട്ടെ, അതായത് വ്യാപാര പശ്ചാത്തലത്തിൽ മാറ്റം വരട്ടെ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വിലയിലും ഒരു ഏകദേശ സ്ഥിരത, അത് കുറച്ചും കൂടെ താഴേക്ക്, തീർച്ചയായിട്ടും 1 ലക്ഷത്തിന് താഴേക്ക് പോകും. ഒരു കാരണവശാലും 1.5 ലക്ഷം 2 ലക്ഷം ആയിട്ടൊന്നും ഗോൾഡിന്റെ വില ഉയരുകയില്ല. അങ്ങനെ ഉയരണമെങ്കിൽ 2ാം ലോക മഹായുദ്ധം വരണം. അതിന് സാധ്യതയില്ല. കാരണം ലോകരാഷ്ട്രങ്ങളൊന്നും അത് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്വർണത്തിന്റെ കുതിപ്പിന് ഒരു അവസാനം എന്ന് പറയാൻ കഴിയുമോ അറിയില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യത്തിനായി സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്വർണ്ണ വിലയിൽ ചെറിയതാണെങ്കിലും ഈ ഒരു ഇടിവ് എന്ന് പറയുന്നത്. ഈ റഷ്യ അമേരിക്കയുമായി $US വീണ്ടും വ്യാപാരം നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ സ്വർണ്ണവില കുറയുമെന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഈ സാധാരണക്കാരിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 3rd വേൾഡ് വാറിനെ പറ്റിയൊന്നും ആശങ്കപ്പെടേണ്ടതില്ല തൽക്കാലം. അങ്ങനെ ഒരു സ്ഥിരത പിന്നെ വ്യാപാര മേഖലയിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്വർണം 1 ലക്ഷത്തിന് താഴേക്ക് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.